കുൽസു, ഉണ്ണിക്കുട്ടാ, ദേ ചേട്ടൻ വന്നു. എനിക്ക് തീരെ കേട്ടു പരിചയമില്ലാത്ത പേരുകളാണല്ലോ ഇതൊക്കെ. നീ ആരെ ഈ വിളിച്ചു കൂവണേ? ഞാന് ഏട്ടനോട് പറഞ്ഞില്ലേ, ഏട്ടനെ കാണാൻ വേണ്ടിട്ട് കുറച്ച് ഗസ്റ്റുകള് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. നീ വിളിച്ച പേരെന്നെ കേട്ടിട്ട് എനിക്ക് ഒരു പരിചയം തോന്നുന്നില്ല. ഏട്ടൻ എന്തായാലും അവരൊന്ന് കണ്ടു നോക്ക്. ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് അവർക്ക് വാശി. ഓ, അതിപ്പോ ആരാണാവോ? കുറച്ച് പ്രായമുള്ള ഈറ്റിങ്ങളാ, കൂടെ 3 മക്കളും ഉണ്ട്. അയ്യോ, ആരേതിപ്പോ? ഏട്ടന് പരിചയമുള്ള ആൾക്കാരേക്കും. രാധാകൃഷ്ണന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു വന്നതാ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു വരുമോ? ഏട്ടന് എന്തായാലും പരിചയം ഉണ്ടാവും. ഏതായാലും അവരൊന്ന് കാണട്ടെ. എന്തിനാ വന്നെന്ന് ചോദിക്കാലോ. മോളെ മീനുട്ടി, നമ്മൾ അന്വേഷിച്ചിപ്പ വരൂ. എന്താ മുമ്പ് നമ്മളിപ്പോ ചെയ്യണ്ടേ? എല്ലാം ഇവിടുന്ന് മണ്ടണം. ഓരെ കണ്ണിൽ പെടാതെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒളിച്ചിക്കണം. ആമിനത്ത് പറഞ്ഞ മരത്തിന് ചെയ്തോളാം. എന്നാ നടക്ക് നടക്കേ, ഒരു നമ്മളെ തെരഞ്ഞ് നടക്കണ്ടേ. രാധാകൃഷ്ണൻ ഓളെ ഭാര്യയും ഓളെ കുട്ടിയും നമ്മളെ കാണാനേ പാടില്ല. എല്ലാം മണ്ടിക്കോ. മീനുട്ടി മോളെ. അമ്മ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ എന്തിനാ ഈ വിളിച്ചു പോവുന്നേ? മീനുട്ടി. ഓ അമ്മ, ഞാൻ ഇവിടെ ഉണ്ട്. മോളെ മീനുട്ടി. എന്താ അമ്മ, കൊറേ നേരമല്ലേ വിളിച്ചു പോവുന്നേ? അവരെവിടെ? ആര്? ആമിനാത്തിയും വസന്താമ്മയും മക്കളും. അവര് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടില്ല? ഏയ് ഇല്ലല്ലോ. കുറച്ചു നേരം മുന്നേ വരെ പാറൂട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവളും പോയി. എങ്ങോട്ട്? അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ട് അവള് പോയി. ആണോ? അതെ അമ്മ. എന്തേലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ഞാൻ കൊറേ നേരമായി അവരെ തെരഞ്ഞു നടക്കുന്നു. അച്ഛൻ വന്നിട്ടുണ്ട്, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ ശരിയാ അമ്മ, മറ്റേ റൂമിലും കൂടി പോയി നോക്കാം നമുക്ക്. ആ ശരിയാ, ആ റൂമിൽ എന്തായാലും ഒരുണ്ടാവും. ആ അതന്നെ, ബാ അമ്മ. ഈശ്വര, ഇവിടെ ഇല്ലല്ലോ അവര്. ഒന്നും പറയാതെ ഇവരിത് എവിടെ പോയി? വല്ല കള്ളന്മാര് വല്ലതായിരിക്കും. അയ്യോ അല്ല ചേട്ടാ, നല്ലവരാ, കള്ളന്മാരൊന്നുമല്ല. ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരായിന്നറിയോ അവര് കാത്തു നിൽക്കുന്നേ. ഏട്ടൻ വന്നപ്പാണെങ്കിൽ അവരെ കാണാനുമില്ല. അയ്യോ, അച്ഛയുടെ പൊന്നെന്തിനെ കരയുന്നേ? അച്ഛ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പാറൂട്ടി പോയി. പാറൂട്ടിയോ? അതാരാ? അത് അവരെ കൂടെയുള്ള ഒരു മോളാ. ഓ, അവർക്ക് ചിലപ്പോ വീട് വല്ലതും മാറിയതായിരിക്കും. അതവര് മനസ്സിലാക്കിപ്പോ തിരിച്ചു പോയിട്ടുണ്ടാവും. അത് തന്നെയാ കാര്യം. എന്നാലും രാധാകൃഷ്ണന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു വന്നിട്ട്. ഞാൻ മാത്രമല്ലോ ഈ ലോകത്ത് രാധാകൃഷ്ണൻ? വേറെ ഏതെങ്കിലും രാധാകൃഷ്ണൻ അന്വേഷിച്ചു വന്നതായിരിക്കും. എത്തിപ്പെട്ടത് ഇവിടെയും. ചിലപ്പോ എന്നെ അവര് കണ്ടിട്ടുണ്ടാവും. കണ്ടപാടെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവര് തിരഞ്ഞു വന്നത് എന്നെയല്ലാന്ന്. അപ്പൊ തന്നെ അവർ സ്ഥലം വിട്ടതായിരിക്കും. എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാലും എന്നാലും ഇല്ല, നീ മോളും കിടക്കാൻ നോക്ക്. ജോലി കഴിഞ്ഞു വന്നിട്ട് വല്ലാത്ത ക്ഷീണം. മീനുട്ടി, ഇങ്ങനെ കരയണ്ട. എന്നാലും അച്ഛ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ. ഇവള് പെട്ടെന്നൊന്നും ആരുമായിട്ട് കമ്പനി ആവാത്ത മോളാ. ആ കുട്ടിയായിട്ട് എന്താ അവള് പെട്ടെന്ന് കമ്പനി ആയത്? എനിക്ക് പാറുട്ടിയെ കണ്ടപ്പോ എന്റെ അനിയത്തിയെ പോലെ തോന്നി. ഓ, അതാണോ കാര്യം? അവള് പെട്ടെന്ന് പോയെന്ന് പറഞ്ഞപ്പോ മീനുട്ടിക്ക് സങ്കടായി. അയ്യയ്യേ, വലിയ കുട്ടികൾ കരിയില്ലട്ടാ. അച്ഛന്റെ പൊന്നുമോളെ കരച്ചിൽ നിർത്ത്. എടി, നീ വല്ലതും മോക്ക് തിന്നാൻ കൊടുത്തോ? ഓ ചേട്ടാ, അവള് കഴിച്ചു. എന്നാ നിങ്ങൾ രണ്ടുപേരും ദേ ഇവിടെ കിടക്ക്. ഞാൻ ആ റൂമിലുണ്ട്. ചേട്ടനും ഇവിടെ കിടന്നോ? എനിക്ക് ഫാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ആ റൂമിലേ കിടക്കണുള്ളൂ. എത്ര തണുപ്പായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫുൾ സ്പീഡിൽ ഫാൻ വേണം. എനിക്ക് ഫാനൊന്നും വേണ്ട, അതുകൊണ്ട് ദേ ഞാൻ ആ റൂമിൽ കിടന്നോളാം. ശരിയെന്നാ. പാറുട്ടി, കണ്ണ് തുടക്കി പൊന്നേ. എന്നാ ശരി, രണ്ടുപേരും കിടക്കട്ടോ. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കട്ടെ. ശരി ഏട്ടാ. എന്നാലും വല്ലാത്തൊരു മായാജാലമായി പോയി. ഒരു വാക്ക് പോലും പറയാതെ അവരങ്ങ് പോയല്ലോ. എന്നാലും ഏത് വഴിക്ക് പോയെന്നാവോ? മുന്നിൽ കൂടെ പോവാൻ യാതൊരു സാധ്യതയില്ല. ചേട്ടൻ വന്നത് മുൻഭാഗത്ത് കൂടെയല്ലേ. ബാക്ക് കൂടെ പോയിട്ടുണ്ടാവും. ചേട്ടാ, കിടക്കുന്ന മുന്നേ ആ ബാക്കത്തെ വാതിലൊക്കെ ക്ലോസ് ചെയ്യണേ. ഓ, ഞാൻ വാതിലൊക്കെ അടച്ചോണ്ട്. ശരി. പാറുട്ടി, എന്നോട് ഞാൻ ഇനി മിണ്ടില്ല. എന്നോട് പറയാതെ നീ പോയില്ലേ? മോളെ ബാ, ഉറങ്ങാൻ നോക്ക്. ഇനി ഞാൻ എപ്പോഴാ പാറുട്ടിനെ കാണാ?
കിടക്കണ കടുപ്പ് കണ്ടില്ലേ, ഒന്നറിയാത്ത മാതിരി. പുതപ്പും പൊതിച്ചേ ഓ നല്ല സുഖ നിദ്രയില. ഇപ്പൊ ശരിയാക്കി തരട്ടെ അന്നെ. ഓന്റെ ഒരു ഒൽക്കമല ഉറക്ക. മറ്റുള്ളവരെ ഉറക്കം പോക്കിട്ടേ ഓ നല്ല സുഖിച്ചുറങ്ങുക. ഇപ്പൊ ശരിയാക്കി തരട്ടാ. അയ്യോ ഈശ്വര, ഇതാരാ എന്റെ തലയിലേക്ക് ബോൾ എറിഞ്ഞേ? ഞാനാ. ഞാനോ? അതിപ്പോ എവിടുന്ന ഒരു ശബ്ദം? എന്റെ അടുത്തേക്ക് വാടാ, എന്റെ അടുത്തേക്ക്. എന്റെ ദേവി, തീരെ കേട്ടുപരിച്ചില്ലാത്ത ശബ്ദം. ആരാ? ഞമ്മളാ. ഞമ്മളോ? ഞമ്മളെന്ന് പറഞ്ഞ ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ചേ? നിങ്ങളോടാ ചോദിച്ചേ, നിങ്ങൾ ആരാ? ഈശ്വര, ഒന്നും പറയുന്നില്ലല്ലോ. ഈനൂട്ടി വല്ലതും കൽപ്പിക്കാൻ വേണ്ടി തലയിൽ ബോളെറിഞ്ഞതാണോ? ഏയ്, ഓക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എന്തായാലും പോയോക്ക ഓൾ എന്താക്കണെന്ന്. അയ്യോ, ഇവർ രണ്ടുപേരും നല്ല ഉറക്കാണല്ലോ എന്റെ തലയില്. അപ്പൊ ആരാ ബോളെറിഞ്ഞേ? എടാ പൊട്ടാ, അതെന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാനാണെന്ന്. ഈ വീട്ടില് ആരോ കേറി കൂടിയിട്ടുണ്ട്. അങ്ങനെ വിട്ടാ ശരിയാവില്ല. വാ മോനെ ബാ. വീടിനകത്തും ആരെയും കാണാനില്ല, വീടിന് പുറത്തും ആരെയും കാണാനില്ല. പക്ഷേ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. മോനെ രാധാകൃഷ്ണ, ആരാ? എന്റെ കൂടെ വാടാ. എങ്ങോട്ട്? ബാ മോനെ ബാ. എന്റെ ദേവി, ഇതാരാണാവോ? ബാ മോനെ ബാ. എന്നെ ഇതുവരെ നടത്തിച്ചത് അപ്പോ പ്രേതാണോ? നടന്ന് നടന്ന് ഞാനിപ്പോ സെമിത്തേരിയിലെത്തി. ഈശ്വര.